21 വർഷമായി സെക്രട്ടേറിയറ്റ് കയറി ഇറങ്ങുന്നു പറഞ്ഞിട്ട് കാണാത്ത ഉദ്യോഗസ്ഥന്മാരും കയറാത്ത ഓഫീസുകളുമില്ല. ഞാൻ എവിടെയാണ് പോകണ്ടേ? ഷാനി ഈ മരിക്കുന്നതിന് മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു താങ്കളെ? അങ്ങനെയാണെങ്കിൽ കൊച്ചുണ്ടായി 6 മാസം കൊച്ചില്ലായിരുന്നപ്പോൾ വിഷം കുടിച്ച് മരിക്കാൻ പറ്റില്ല. ഈ കൊച്ചുണ്ടായി 6 മാസം കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് വിഷം കുടിക്കണേ? എനിക്കിപ്പോൾ എൻ്റെ ആവശ്യം എന്നാ, CBI എൻക്വയറി വേണം. CBI അന്വേഷിച്ച് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരണം. വർഷം 2004. ഷാനി എന്ന യുവതി മുളന്തുരുത്തിയിലെ ഭർതൃഗൃഹത്തിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നു. പിന്നീട് ധാരാളം സാക്ഷികളും തെളിവുകൾ ഉണ്ടായിട്ട് പോലും അതൊരു ആത്മഹത്യ എന്ന രീതിയിലേക്ക് കേസ് തള്ളിമാറ്റുകയായിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ ഷാനിയുടെ സഹോദരൻ ബേബിയാണ് നമ്മളോടൊപ്പം പ്രതികരിക്കുന്നത്. അദ്ദേഹത്തിന് പല സംശയങ്ങളും ഈ കേസിന് പിന്നാലെയുണ്ട്. എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു മരണം? 2004 മെയ് 1-ാം തീയതിയാണ് മരിച്ചത്. ആദ്യം ഇവർ പറഞ്ഞ് വിഷം കുടിച്ച് മരിച്ചതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്താന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവരുടെ ഈ പോലീസിൻ്റെ അന്വേഷണത്തിൽ തന്നെ എനിക്ക് ദുരൂഹതയുണ്ട്. CD ഫയലോ മറ്റു രേഖകളൊന്നും കോടതി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ബന്ധങ്ങൾ കാര്യം ഇതൊന്നും കോടതി ഇല്ലെന്നാണ് പറഞ്ഞത്. 4 എഴുതിയ വിഷക്കുപ്പി അന്വേഷണ ഉദ്യോഗസ്ഥനായ മുളന്തുരുത്തി കോടതി കൊടുത്തെന്ന് പറഞ്ഞു. വിവരാവകാശം ചോദിച്ചപ്പോൾ കോടതിയുടെ ഫയലില്ല എന്ന് പറഞ്ഞു. കൂത്താട്ടോളം വില്ലേജിൽ മേട്ടുമർത്തി വീട്ടിൽ ജോസ് എന്നൊരാൾ പുള്ളിക്ക് സമൻസ് വന്നു. പുള്ളി കോടതി ചെന്നപ്പോൾ ഫയലില്ല. വിവരാവകാശം പോലീസിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, പോലീസ് പറഞ്ഞു അടിയിൽ നിന്ന് റിപ്പോർട്ട് കോടതി കൊടുത്തെന്ന് പറഞ്ഞു. ജോസിൻ്റെ കോടതിയോട് ചോദിച്ചപ്പോൾ കോടതിയിൽ ഫയലില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഇതെന്നു ചോദിച്ചാൽ ഇത് ഒരു പുനരന്വേഷണം വേണം. CBI കൊണ്ട് അന്വേഷിക്കുന്നത് അല്ലാതെ തെളിയല്ല. ശിക്ഷ നമ്മളെ പണ്ടത്തെ ശിക്ഷ അവയെ മരിച്ച പോലെയുള്ള കേസാണിത്. ഉദ്യോഗസ്ഥന്മാരാണ് ഇതിൽ മുഴുവൻ മുഖ്യതാണ്. ഇതിൻ്റെ അകത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഞാൻ പരാതി കൊടുത്തു. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി ഉദ്യോഗസ്ഥന്മാരാണ് ഫയൽ മുഖ്യതാകുന്നത്. അവരൊരു അന്വേഷണം ഉത്തരവിടുവോ ഒന്നും ചെയ്തു. ഞാൻ കയറി ഇറങ്ങാൻ തുടങ്ങി 21 വർഷമായി സെക്രട്ടേറിയറ്റ് കയറി ഇറങ്ങുന്നു പറഞ്ഞിട്ട് കാണാത്ത ഉദ്യോഗസ്ഥന്മാരും കയറാത്ത ഓഫീസുകളുമില്ല. ഞാൻ എവിടെയാണ് പോകണ്ടേ? നമ്മുടെ ഈ കേസ് അന്വേഷണം CBIക്ക് വേണം. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം. ഇതാണ് എൻ്റെ ആവശ്യം. വിഷം കഴിച്ചായിരുന്നു മരിച്ചത് എന്ന് പറയുന്നു. ഈ ഭർത്താവും ഈ ഷാനിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായിട്ട് അറിയായിരുന്നു? ഉണ്ടായിരുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അവന് വേറെ ബന്ധങ്ങളുണ്ടായിരുന്നു പെണ്ണുങ്ങളുമായിട്ട് ഈ അവരത്തിന്. അത് എങ്ങനെയോ അത് ഇവിടെ കണ്ടു. എങ്ങനെ വാക്ക് തർക്കമുണ്ടായത്, എങ്ങനെയോ അടി കൊടുത്താന്നും പ്രശ്നം നമ്മൾ കണ്ടില്ല കേട്ടോ. എന്ന് വാക്ക് തർക്കമുണ്ടായിരുന്നു. ഇപ്പം കുടിക്കുമായിരുന്നു, മദ്യപിക്കുമായിരുന്നു, നല്ലോണം മദ്യപിക്കുമായിരുന്നു. അങ്ങനെ കണ്ട് കയ്യവസ്ഥം പറ്റിയതായിരിക്കും. അത് നമ്മൾ കണ്ടില്ല തന്നെ. ഇവരിപ്പോൾ പറഞ്ഞാൽ വിഷം കുടിച്ച് മരിച്ചെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ ഫയൽ എന്തുകൊണ്ട് കോടതി കൊടുത്തില്ല? വിഷം കുടിച്ച് മരിച്ചാണെങ്കിൽ അവന് വീട്ടിൽ പറഞ്ഞു വിടാൻ പറ്റില്ല. എന്തുകൊണ്ട് വെച്ചോണ്ടിരുന്നു? ഈ 9 കൊല്ലം വെച്ചോണ്ടിരുന്നു. 9 കൊല്ലം കഴിഞ്ഞപ്പിന്നാണ് ഒരു കൊച്ചുണ്ടാകുന്നത്. കൊച്ചുണ്ടായി 6 മാസം കഴിഞ്ഞപ്പിന്നാണ് ഇവിടെ മരിക്കണേ. നേരത്തെ പരിപാടിയും ചെയ്ത് കൊച്ചുങ്ങൾ അങ്ങനെയാണ് മരിക്കണേ. ഈ ഭർത്താവിൻ്റെ വീട്ടിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? മരണസമയത്ത് ഞാൻ എൻ്റെ കാലം ഒഴിഞ്ഞിരിക്കണം. ഞാൻ വീട്ടിലായിരുന്നു. നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ ആരാ ഉണ്ടായിരുന്നത്. വഴക്കുകളും ബഹളങ്ങളൊക്കെ സ്ഥിരമായിട്ടുണ്ടാകാറുണ്ടെന്നാണ് പറയുന്നത്. ഉണ്ടാകുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കേട്ടത്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം പോലീസ് വന്ന് മൊഴിയെടുത്തപ്പോൾ എന്തൊക്കെയായിരുന്നു ആ മൊഴിയിലുണ്ടായിരുന്നത്? മൊഴിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നതെല്ലാം പറഞ്ഞു പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോലീസ് അന്ന് ലോക്കൽ പോലീസിന് അന്വേഷണം തൃപ്തികരമല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾ അന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ചിനോട് ഉത്തരവിട്ടു. എറണാകുളം ഡിസ്ട്രിക്ട് മുനിസിപ്പൽ 3 ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച കേസ്. 3 പേരാണ് അന്വേഷിച്ചത്. ഈ 3 പേര് അന്വേഷിച്ചിട്ടും ശരിയായ രീതിയിൽ റിപ്പോർട്ട് കൊടുക്കുക. ഈ ജോസിൻ്റെ ഫയലാണ് ഇപ്പോൾ മെയിനായിട്ട് വേണ്ടത്. ഈ പുള്ളിനെ വിസ്തരിച്ചിട്ട് ഈ ഫയൽ എവിടെ പോയെന്ന് നിൽക്കുന്നത്. ഈ ഫയൽ എന്തുകൊണ്ട് കോടതി കൊടുത്തില്ല? കോടതി ഇല്ലെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. കോടതി ഫയൽ ഇല്ലെന്ന്. പിന്നെ ഫയൽ എവിടെ പോയി? കോടതിയിൽ നിന്ന് കിട്ടിയ ഫയൽ കോടതി ഇല്ലെന്ന് കോടതി പറഞ്ഞു. പിന്നെ ഫയൽ എന്ത് ചെയ്തു? ഷാനി ഈ മരിക്കുന്നതിന് മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു താങ്കളെ? എന്നെ ബന്ധപ്പെട്ടില്ല. അടുത്ത വീട്ടിൽ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അവൻ വെള്ളം കുടിച്ചിട്ട് തെറിയൊക്കെ പാടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതും എനിക്കറിയാവുള്ളൂ. വേറെ ഒന്നും നമുക്കറിയാൻ പറ്റില്ല കേട്ടോ. എന്തെങ്കിലും ജീവിക്കാൻ എനിക്ക് കഴിയില്ല, മരിക്കണം, അങ്ങനെയാണെങ്കിൽ കൊച്ചുണ്ടായി 6 മാസം കൊച്ചില്ലായിരുന്നപ്പോൾ വിഷം കുടിച്ച് മരിക്കാൻ പറ്റില്ല. ഈ കൊച്ചുണ്ടായി 6 മാസം കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് വിഷം കുടിക്കണേ? 9 കൊല്ലം കൊച്ചുണ്ടാവാതെ ഇരുന്ന് നേരത്തെ ഒരുപാടും കഴിച്ച് കൊച്ചുണ്ടായി. ഒരു ചെറുക്കൻ കൊച്ചുണ്ടായി. ആ കൊച്ചിനിപ്പോൾ 18 വയസ്സുണ്ട്. ആ കൊച്ചുണ്ടായി 6 മാസം കഴിഞ്ഞപ്പോൾ എപ്പോഴും മരിക്കണേ. ഇപ്പോൾ എന്താണ് ആവശ്യം? എനിക്കിപ്പോൾ എൻ്റെ ആവശ്യം എന്നാ, CBI എൻക്വയറി വേണം. CBI അന്വേഷിച്ച് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം.
ഞാൻ ഈ പരാതി ഞങ്ങളുടെ ഫയൽ എവിടെ പോയി എന്ന് എനിക്കറിയണം. ഈ പരാതി എഴുതിയ ഞങ്ങളുടെ ഫയലുകൾ എന്ത് ചെയ്തു, എവിടെ പോയി? ഞാൻ സെക്രട്ടറി ചെല്ലുമ്പോൾ അന്വേഷിക്കുക, അങ്ങോട്ട് കൊടുക്കുക, അങ്ങോട്ട് ഇവർ തട്ടിക്കളിയാണ്, ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിയാണ്. ആഭ്യന്തര ഓഫീസിൽ ചെല്ലുമ്പോൾ പറയും ക്രൈംബ്രാഞ്ചിന് കൊടുത്തിട്ടുണ്ട്. DGP ഓഫീസിൽ ചെല്ലുമ്പോൾ DGP ഈ കഴിഞ്ഞ ദിവസം DGPക്ക് ഞാൻ പരാതി കൊടുത്തു. DGP ഓഫീസിൽ നിന്ന് CD ഫയൽ പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞാൽ ക്രൈംബ്രാഞ്ച് വിളിപ്പിച്ചു. എറണാകുളം ക്രൈംബ്രാഞ്ചിൽ ചെന്നു. അവർ പറഞ്ഞ് അന്വേഷിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അതുമില്ല. ആഭ്യന്തര വകുപ്പ് ഇടപെട്ട് അതിനുവേണ്ട നിയമനടപടി എടുക്കണം. ആഭ്യന്തര വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഫയൽ ഇങ്ങോട്ട് വിട്ടുന്നത്. അന്വേഷണം ഉത്തരവിടാതെ ഫയൽ മുക്കിയതാണ്. ഈ ഭർത്താവിനെ ആ സമയത്ത് ചോദ്യം ചെയ്യുക അങ്ങനെ മറ്റോ ചെയ്തിട്ടില്ല. ഇല്ല. ഈ സഹോദരിയുടെ മരണത്തിൽ ദുരൂഹതകൾ ഏറെ ഉണ്ട് എന്നാണ് സഹോദരൻ ഇപ്പോൾ പറയുന്നത്. പലതരത്തിൽ ഈ ആഭ്യന്തര വകുപ്പിന് പോലും പരാതി നൽകിയിട്ടും യാതൊരു വിധത്തിലുള്ള നടപടികളും ഇന്ന് വർഷം കഴിഞ്ഞിട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകും. ഉടൻ തന്നെ നടപടികൾ ഉണ്ടാകണം. വിഷം കഴിക്കേണ്ട തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഈ സഹോദരിക്ക് ഇല്ല എന്നുള്ളതാണ്. സ്ഥിരമായി ഈ സഹോദരിയുടെ ഭർത്താവും ഈ സഹോദരിയും തമ്മിൽ വഴക്കുകൾ ഉണ്ടാകാറുണ്ടായിരുന്നു. പലതരത്തിലുള്ള ബന്ധങ്ങൾ, വിഹിത ബന്ധങ്ങൾ ഈ ഭർത്താവിനുണ്ട് എന്ന് യുവതി സംശയിച്ചിരുന്നു എന്നുള്ളതൊക്കെയാണ് ഈ സഹോദരൻ ഇപ്പോൾ പറയുന്നത്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.